നമ്മളോടൊക്കെ ഒരുപാട് ഇഷ്ടമുള്ള ഒരാൾ ഒരു എന്ന് പറഞ്ഞാൽ ഒരു ലൈഫ് പാർട്ണറൊക്കെ ആക്കണം എന്നൊക്കെ വിചാരിച്ച് സ്നേഹിച്ചു, പക്ഷെ പറഞ്ഞില്ല. ഒരു 25 വർഷം കഴിഞ്ഞിട്ട് അയാൾക്ക് ആ ധൈര്യം കിട്ടുവാണ് നമ്മുടെ അടുത്തൊന്ന് പറയാം, എനിക്ക് പണ്ട് ഭയങ്കര ഇഷ്ടമായിരുന്നു നിന്നെ, എനിക്ക് പറയാൻ പറ്റിയില്ല. അപ്പോൾ 25 വർഷം ലോസായിപ്പോയി. നമുക്ക് ആ 25 വർഷം ഒരിക്കലും തിരിച്ചു കിട്ടാത്തൊരു സമയം. പക്ഷേ അന്ന് ആ കാണിക്കുന്ന എനർജി അതേ രീതിയിൽ അതിൻ്റെ 4/1 എനർജി ഇപ്പോൾ കാണിക്കാൻ പറ്റുമായിരുന്നുണ്ടെങ്കിൽ നിങ്ങളിപ്പോൾ ഈ ആഗ്രഹിക്കുന്നത് 25 വർഷം കഴിഞ്ഞ് നിങ്ങളുടെ വീട്ടിൽ നിന്നേനെ, അല്ലയോ? ചിന്തിച്ചു നോക്കിയേ. അപ്പോൾ 25 വർഷം കഴിഞ്ഞിട്ട് അതിനകത്ത് ഇടയ്ക്ക് നിങ്ങൾ ഈ പറയുന്നത് പോലൊക്കെ ഒരുപാട് 25 വർഷത്തിനകത്ത് എന്ത് വഴക്ക് നിങ്ങൾ കഴിഞ്ഞ് കാണും, എന്ത് സന്തോഷിച്ച് കാണും, എന്ത് ദുഃഖങ്ങൾ പങ്കുവെച്ച് കാണും, ഇതെല്ലാം നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി. അപ്പം നമ്മൾ 25 വർഷം കഴിഞ്ഞിട്ട് നമുക്ക് അയാളോട് അങ്ങനെ കിട്ടിയ അന്ന് നീ എൻ്റെ കൂടെ ഉണ്ടായിരുന്നെങ്കിൽ എന്ന് ഞാൻ ഇപ്പോൾ ആഗ്രഹിക്കുന്നൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. ഇപ്പം നമ്മൾ അതിനെടുക്കേണ്ട സ്റ്റാൻഡ് എന്താണ്? ഇപ്പം നമ്മൾ ആ ജസ്റ്റ് അയാളുടെ അടുത്ത് അറിയിക്കുക എന്നുള്ളതെങ്കിലും കാണിക്കാൻ പലരും മടിക്കുന്നുണ്ട്. അതുകൊണ്ടാണ് ഒരുപാട് നാൾക്ക് ശേഷം പലരും ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന ആൾക്കാർക്ക് തന്നെ സ്നേഹിക്കുന്ന ആളിനോട് പറയാൻ, അത് ആണായിക്കോട്ടെ പെണ്ണായിക്കോട്ടെ, പേടിയാണ്. എന്തിനാണ് പേടി? രണ്ടുപേരെ, ഇപ്പോൾ ആണാണെങ്കിലും പെണ്ണാണെങ്കിലും പറഞ്ഞു പോയി കഴിഞ്ഞാൽ തിരിച്ച് പറയാനും പലർക്കും മടിയാണ്. ആ മടി കാരണമാണ് പലരും പിന്നെ ഇഷ്ടമില്ലാത്ത ലൈഫിലേക്ക് തള്ളപ്പെട്ടു പോകുന്നത്. നിങ്ങൾ ഇപ്പോൾ എടുക്കേണ്ട തീരുമാനം ഇപ്പോൾ എടുത്തു കഴിഞ്ഞാൽ നാളെ നിങ്ങൾക്ക് ഒരുമിച്ചിരുന്ന് സന്തോഷിക്കാം.